Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സിഗ്നിഫിക്കൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് വരെയാണോ എടുത്ത് നിർത്തിയത്? ആണോ? ഈ കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? Significance of component management അല്ലേ? സിഗ്നിഫിക്കൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എടുത്തോ? കോമ്പൻസേഷൻ മാനേജ്മെന്റ് എടുത്തോ ടോപ്പിക്? എടുത്തിട്ടുണ്ട്. അതിലെവിടം വരെ ആയിരുന്നു പറയാവോടാ? അതിനകത്ത് കൺസെപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഫുൾ കംപ്ലീറ്റ് ആണ്. ഓക്കെ, സിഗ്നിഫിക്കൻസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ എംപ്ലോയീസിന് റിട്ടേൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ കോമ്പൻസേഷൻ, നോർമലി കോമ്പൻസേഷൻ, റെമ്യൂണറേഷൻ ഒക്കെ പറയാറ്. അപ്പൊ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റു നെയിമുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാലറി ആൻഡ് വേജ് മാനേജ്മെന്റ്, റെമ്യൂണറേഷൻ മാനേജ്മെന്റ് ആൻഡ് റിവാർഡ് മാനേജ്മെന്റ്. സോ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പാക്കേജ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആ ഒരു എംപ്ലോയിക്ക് നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ പാക്കേജ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ പാക്കേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Then significance of compensation management നമ്മൾ വരുമ്പോൾ a good compensation is must for every business organization. നമ്മൾ എംപ്ലോയറിനെ സംബന്ധിച്ച് ഏതൊരു ഓർഗനൈസേഷനും നല്ലത് എന്ന് പറയുന്നത് ഒരു ഗുഡ് കോമ്പൻസേഷൻ ആണ്. A good compensation is a must for every business organization as it gives an employee a reason to stick to the company. നമ്മുടെ കമ്പനിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ആ കമ്പനിയെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് കോമ്പൻസേഷൻ ആണ്. An organization gains from a structured compensation management in the following ways. അപ്പൊ താഴെ പറയുന്ന രീതിയിലാണ് നമുക്കൊരു നല്ല സ്ട്രക്ചേർഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് നേടിയെടുക്കാനായിട്ട് പറ്റുക. നമുക്ക് ഓരോന്നും എന്തെല്ലാമാണെന്ന് നമുക്ക് റീഡ് ചെയ്യാം. It tries to give proper refund to the employee for their contribution to the organization. നമുക്ക് എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിലേ അതിന് വേണ്ട പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റീഫണ്ട് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് നമ്മൾ അവർക്ക് തിരിച്ച് റീഫണ്ട് കൊടുക്കാം. എന്നുവെച്ചാൽ റിട്ടേൺ കൊടുക്കണം. റീഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ റിട്ടേൺ, റെമ്യൂണറേഷൻ കൊടുക്കണം. It tries to give proper refund to the employee for their contribution to the organization. മെയിൻ ആയിട്ട് എംപ്ലോയീസിന് എന്ത് കൊടുക്കുക? റീഫണ്ട് കൊടുക്കുക. അത് ഓർഗനൈസേഷന് നമ്മൾ എന്താണോ റെൻഡർ ചെയ്യുന്നത് അതിനൊരു റീസണബിൾ ആയിട്ട് എംപ്ലോയീസിന് റീഫണ്ട് ചെയ്യാം. It discover a positive control on the efficiency of the employees. നമ്മൾ പ്രോപ്പർ ആയിട്ട് റെമ്യൂണറേഷൻ കൊടുക്കുകയാണെങ്കിൽ അവരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ സാലറി കൊടുക്കുന്നു, ഒരു പോസിറ്റീവ് കൺട്രോൾ ഓഫ് എഫിഷ്യൻസി ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ എഫിഷ്യൻസിയിൽ നമുക്ക് ഒരു പോസിറ്റീവ് കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് മോട്ടിവേറ്റ് ദം ടു പെർഫോം ബെറ്റർ ആൻഡ് അച്ചീവ് സ്പെസിഫിക് സ്റ്റാൻഡേർഡ്. നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും? മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കാര്യങ്ങൾ കൂടുതൽ എന്താ പറയുക, ബോണസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ അവര് ഇന്ന സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു റെമ്യൂണറേഷൻ നമുക്ക് വയ്ക്കാൻ പറ്റും. വെച്ചാല് ഇന്ന എമൗണ്ട്, ഇന്ന സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ്സ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം അത്രയും യൂണിറ്റ്സ് എന്ത് ചെയ്യും? മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യും. എന്നാലേ നമുക്ക് ആ ഒരു റെമ്യൂണറേഷൻ കിട്ടുള്ളൂ. സോ ഒരു പ്രോപ്പർ ആയിട്ട് റെമ്യൂണറേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വർക്കിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ് വർക്കേഴ്സിന് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. It creates a basic for happiness and satisfaction of the workforce. ശരിയല്ലേ? നമുക്ക് സാലറി വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല അല്ലെ? വർക്ക് ചെയ്യുന്നവരാരില്ല. സാലറി കിട്ടുന്ന ഒന്നാണെങ്കിൽ ഇല്ല. ഓക്കെ, സാലറി കിട്ടുന്ന ദിവസം വളരെ എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. കാരണം അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. കാരണം നമ്മുടെ അക്കൗണ്ടിൽ നന്നായിട്ട് എമൗണ്ട് ഉണ്ടാവും. ഒരു ഹാപ്പിനെസ്സും ഒരു സാറ്റിസ്ഫാക്ഷനും നമുക്ക് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാലറി വന്നിട്ട് നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും ഭയങ്കര ഹാപ്പിനെസ് കൊണ്ടുവരും. നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ ക്രെഡിറ്റ് ആയി എന്ന് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ്. പിന്നീടായിരിക്കും ഇതേ പോകുന്നത് EMI പിടിക്കുന്നു, അത് കഴിഞ്ഞ് ലോണിന്റെ എമൗണ്ട് പോകുന്നു, അത് കട്ട് ചെയ്ത് പോകും. എന്നാലും ആ സമയത്തേക്ക് നമുക്കൊരു ഹാപ്പിനെസ് ആണ്. പിന്നെ ഹാപ്പി ആവണമെങ്കിൽ നെക്സ്റ്റ് മന്ത് സാലറി വീഴണം. അത്രയും നാളത്തേക്ക് നമുക്ക്
പിന്നെ ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ചെയ്ത വർക്കിന് റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് സാലറി ആയിട്ട് കിട്ടുമ്പോൾ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ദെൻ ലേബർ ടേൺ ഓവർ കുറയ്ക്കാൻ പറ്റും. ദാറ്റ് ലിമിറ്റ്സ് ദ ലേബർ ടേൺ ഓവർ. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ലേബേഴ്സ് കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് കൺഫേഴ്സ് എ സ്റ്റേബിൾ ഓർഗനൈസേഷൻ. അതുവഴി നമുക്കൊരു സ്റ്റേബിൾ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. സെയിം വർക്കേഴ്സ് തന്നെയായിരിക്കും. എപ്പോഴും എംപ്ലോയീസ് കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അത് ഓർഗനൈസേഷൻ നല്ലതല്ല. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് നാളത്തേക്ക് സെയിം എംപ്ലോയീസ് നിലനിൽക്കുകയാണെങ്കിൽ അത് ഓർഗനൈസേഷൻ ഒരു അസറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ മെയിൻ അസറ്റ്സ് എന്ന് പറയുന്നത് ആരാണ്, നമ്മള് വർക്കേഴ്സ് ആണ്. ഓക്കെ, it enhances job evaluation process, which in return helps in setting up more realistic and achievable standards. നമുക്ക് ജോബ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ എംപ്ലോയീസ് ചെയ്യുന്ന വർക്ക് കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ അവർക്ക് റിട്ടേൺ ഹെൽപ്സ്, അവർ സെറ്റിംഗ് അവർക്ക് എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും ഹെൽപ്സോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചാൽ അവർക്ക് സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ട്രെയിനിങ് വേണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ജോബ് ഇവാലുവേഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ അവർക്ക് റിട്ടേൺ ഹെൽപ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഡിസൈൻ ടു abide with the various labor act. അതേപോലെ തന്നെ നമ്മുടെ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് ലേബർ ആക്ടുകളുടെ അല്ലെങ്കിൽ ലേബർ ലോസ് പ്രകാരം അതിന് ഫേവറബിൾ ആയിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ എംപ്ലോയീസ് യൂണിയനും മാനേജ്മെന്റ് തമ്മിൽ കോൺഫ്ലിക്റ്റുകളൊന്നും വരില്ല, തർക്കങ്ങളൊന്നും വരില്ല. അവർ തമ്മിൽ നല്ല രീതിയിലായിരിക്കും. കാരണം ലേബർ ലോസ് ഒക്കെ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ റെമ്യൂണറേഷൻ, നമ്മുടെ എംപ്ലോയീസിന് റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. സോ അവിടെ മാനേജ്മെന്റും യൂണിയനും തമ്മിൽ, എംപ്ലോയീസ് യൂണിയനും തമ്മിൽ കോൺഫ്ലിക്റ്റുകളൊന്നും വരില്ല. നോക്കാം. It is designed to abide with various labor act and thus does not result in conflicts between the employees union and the management. അപ്പോ ലേബർ ആക്ടുകൾ പ്രകാരമാണ് നമ്മളുടെ ഏത് കോമ്പൻസേഷൻ കാര്യങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കോൺഫ്ലിക്റ്റുകൾ വരില്ല. മാനേജ്മെന്റും അതേപോലെ തന്നെ എംപ്ലോയീസ് യൂണിയനും തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ കുറവായിരിക്കും. ദിസ് ക്രിയേറ്റ് എ പീസ്ഫുൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലൊരു പീസ്ഫുൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, ഓർഗനൈസേഷൻ്റെ അകത്ത് ഒരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. It exists an environment of moral efficiency and cooperation among the workers. ഇത് കുറച്ചും കൂടി ഒരു എൻവയോൺമെന്റ്, നല്ലൊരു ഒത്തൊരുമയുള്ള മോറൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല കോപ്പറേഷൻ, വർക്കേഴ്സ് തമ്മിൽ നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് എൻഷുർ സാറ്റിസ്ഫാക്ഷൻ ടു ദ വർക്കേഴ്സ്. നമുക്ക് വർക്കേഴ്സിന് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസണബിൾ ആയിട്ടുള്ള സാലറി കിട്ടുമ്പോൾ, റീസണബിൾ ആയിട്ടുള്ള വേജ് കിട്ടുമ്പോൾ നമുക്കൊരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇനി നമ്മൾ ചെയ്ത ജോബിന് റീസണബിൾ ആയിട്ട് ഒരു എമൗണ്ട് തരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. That ensures satisfaction to the workers. In short, we can say that compensation management is required as it encourages the employees to perform better. അപ്പോൾ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എൻകറേജ് ചെയ്യുന്നു എന്താണ്, എംപ്ലോയീസിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ, ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ നമ്മള് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇത് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഷോ ദർ എക്സലൻസ് ആസ് വെൽ ആസ് പ്രൊവൈഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒപ്പീനിയൻ. അപ്പൊ അവരിൽ നല്ലൊരു എക്സലൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒപ്പീനിയൻ ടു ഡിസേർവിംഗ് ദ എംപ്ലോയീസ്. ആരെല്ലാമാണ് ഡിസേർവ് ചെയ്യുന്ന അവർക്ക് ഗ്രോത്തും ഡെവലപ്മെന്റിനുള്ള അവസരങ്ങളും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മുടെ എംപ്ലോയീസ്, നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഓർഗനൈസേഷൻ റിട്ടേൺ കൊടുക്കുന്ന ആ റീഫണ്ട് അല്ലെങ്കിൽ റിട്ടേൺ ആണ് നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നല്ലൊരു ഗുഡ് കോമ്പൻസേഷൻ ആണ് നമ്മൾ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ നന്നായിട്ട് ബെറ്റർ ആയിട്ട് അവർ പെർഫോം ചെയ്യും. അവർക്ക് സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഹാപ്പിനെസ് കിട്ടും, പിന്നെ ലേബർ ടേൺ ഓവർ കുറവായിരിക്കും. അതേപോലെ സ്റ്റേബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ
ജോബ് വാല്യുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് എവിടെയെങ്കിലും ട്രെയിനിങ് നീഡ്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ വേരിയസ് ലോസ്, ലേബർ ആക്ട് പ്രകാരം തന്നെയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് റൺ ചെയ്യുന്നത്, അല്ലെ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഫിക്സ് ചെയ്യുന്നത്. സോ അവിടെ എംപ്ലോയീസും അതേപോലെ തന്നെ മാനേജ്മെന്റും തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ പീസ്ഫുൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ. ദെൻ നമുക്ക് ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയുടെ എഫിഷ്യൻസി, കോപ്പറേഷൻ, മോറൽ among the workers can be improved and thereby job satisfaction എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തെല്ലാമാണ് സിഗ്നിഫിക്കൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്തിട്ട് പറയണോ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പൻസേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്തെല്ലാം ഫോംസ് ആണുള്ളത്, കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. മെയിൻ ആയിട്ട് നമ്മൾ ഏതെല്ലാം രീതിയിലാണ് എന്ത് കൊടുക്കുന്നത്, കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എംപ്ലോയീസിന്. അത് ഡിഫറെന്റ് നെയിംസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്നാണ് നമ്മുടെ ടോപ്പിക്ക്. നോക്കാം. കോമ്പൻസേഷൻ ഇസ് ദ റിവാർഡ് or remuneration paid to the employee in return for their service rendered. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് റിവാർഡോ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ആണ് നമ്മൾ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഫോർ ദർ സർവീസ്. അവര് നമുക്ക് റെൻഡർ ചെയ്യുന്ന സർവീസിന് നമ്മൾ റിട്ടേൺ കൊടുക്കുന്ന ആ ഒരു റിവാർഡിനെയോ റിമ്യൂണറേഷനെയോ ആണ് നമ്മൾ കോമൺലി എന്ത് പറയുന്നത്, കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. Such compensation package includes both monetary and non-monetary components. സാധാരണയായിട്ട് നമ്മൾ മോണിറ്ററി പൈസ ആയിട്ട് കൊടുക്കുന്ന കമ്പോണൻസ് ഉണ്ട്, നോൺ മോണിറ്ററി കമ്പോണൻസും എന്തിലുണ്ട്, കോമ്പൻസേഷൻ ഉണ്ട്. നമ്മൾ ചിലപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കമ്പനിയിൽ തന്നെ നമുക്ക് വെഹിക്കിൾ അലോ ചെയ്യും, കാർ അലോ ചെയ്യും, അല്ലെങ്കിൽ വെഹിക്കിൾസ് നമുക്ക് അലോ ചെയ്യും. ദെൻ മേ ബി ഹൗസ് നമുക്ക് അലോ ചെയ്യും. നിങ്ങൾ കൊമേഴ്സുകാരെങ്കിലും ഉണ്ടോ? കൊമേഴ്സുകാരല്ല, ടാക്സുകാരെങ്കിലും ഉണ്ടോ? ഇൻകം ടാക്സ് പഠിച്ചവരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. അവർക്ക് എന്താ പറയാ, അവർക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും നമ്മൾ ഏതൊക്കെ ടൈപ്സ് കോമ്പൻസേഷൻസ് ആണ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം ഇൻകം എന്ന് പറയുന്ന ഹെഡിന് കീഴിൽ വരുന്നതാണ്. അപ്പോൾ സാധാരണ ഏത് കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി കമ്പോണൻസ് വരുന്നുണ്ട്. ഏതെല്ലാമാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേജ് ഓർ സാലറി. വേജ് ഓർ സാലറി ആണ് ആദ്യം വരുന്നത്. നമുക്കറിയാലോ, വീക്കിലി, ഡെയിലി, ഡെയിലി, അവർലി, ഡെയിലി കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ വേജ് എന്ന് കോമൺലി പറയാറ്, അല്ലെ? ഡെയിലി വേജ്, അവർലി വേജ് ആണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഇനി മന്ത്ലി ആണ് പേയ്മെന്റ് പോകുന്നതെങ്കിൽ നമ്മൾ സാലറി എന്നാ പറയുന്നത്. നമുക്കൊരു മാസം എൻഡിലാണ് നമുക്ക് എന്ത് തരുന്നത്, പേയ്മെന്റ് തരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും, മന്ത്ലി സാലറി അല്ലെങ്കിൽ സാലറി, ബേസിക് പേ, ബേസിക് സാലറി, പല നെയിമിലും അത് പറയാറുണ്ട് കേട്ടോ. ദെൻ ഡിയർനെസ് ആൻഡ് അതർ അലവൻസ്. നമ്മള് കമ്പനി എംപ്ലോയിക്ക് ഡിയർനെസ് അലവൻസ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് അലവൻസുകൾ, ഹൗസ് റെന്റ് അലവൻസ്, അങ്ങനെ ഒത്തിരി അലവൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്, അതിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത് കൂടാതെ കമ്പനി ഇൻസെന്റീവ്സ് കൊടുക്കും, ബോണസ് കൊടുക്കും. ഇപ്പൊ ഓണം വന്നിരിക്കല്ലേ, അല്ലെ? ഓണം വന്നോണ്ട് മിക്ക ഓർഗനൈസേഷൻസും അവരുടെ എംപ്ലോയീസിന് ഇൻസെന്റീവ് പറയും, ഇൻസെന്റീവ് കൊടുക്കും, ഇൻസെന്റീവ് പ്രഖ്യാപിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം എന്താ പറയാ, ഏതൊരു കമ്പനി, ബിവറേജിന്റെയൊക്കെയാ, അവരുടെ കമ്പനിയുടെ ജീവനക്കാർക്ക് ഇത്ര കോടി രൂപ അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ എന്ത് ഇൻസെന്റീവ് ആയിട്ട് കൊടുക്കുന്നു. ഓണായിട്ട്, ഓണം പ്രമാണിച്ച് ഇൻസെന്റീവ് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് ബോണസ് ആണ്. എന്താണ്? ബോണസ് ആണ്. ഇൻസെന്റീവ് എന്ന് പറയുമ്പോൾ ബോണസ് ആണ്. നമ്മള് ഫെസ്റ്റിവൽ ബോണസ് എന്നൊക്കെ പറയും, ഫെസ്റ്റിവൽ ഇൻസെന്റീവ്, ഫെസ്റ്റിവൽ ബോണസ്. നോർത്ത് ഇന്ത്യൻ കമ്പനീസിലൊക്കെ ആണെങ്കിൽ ദീപാവലി ബോണസ് കിട്ടും. അത് വലിയ എമൗണ്ട് അവർക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടും ദീപാവലിക്ക്. അപ്പൊ ഓരോ സ്ഥലത്തും അവരുടേതായ ഒരു രീതിയിൽ, നമ്മൾക്ക് ഓണത്തിനാണ് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു കേരളത്തിലെ മിക്ക കമ്പനീസും ഓണത്തിനാണ് ബോണസ് കൊടുക്കുന്നത്. പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ദീപാവലിക്ക് ബോണസ് കിട്ടും ചില ഓർഗനൈസേഷൻ. അപ്പൊ ഫ്രിഡ്ജ് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്യൂസിസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് എന്താണ്? വേജ് ആണ് കേട്ടോ. ആദ്യം നമ്മുടെ കമ്പോണന്റ് ആയിട്ട് വന്നിരിക്കുന്നത് വേജ് ആണ്. ഓക്കെ, വേജ് എന്താ നോക്കാം. ദ വേജ്, ഒരു മിനിറ്റ്. The term wage refers to the remuneration paid to the workers appointed on hourly, daily or weekly basis in return for their service rendered. എന്താണ് വേജ്? വേജ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്ന റിമ്യൂണറേഷൻ പേ ചെയ്യുമ്പോൾ വർക്കേഴ്സിന് കൊടുക്കുന്ന റിമ്യൂണറേഷൻ തന്നെയാണ് നമ്മൾ വേജ് എന്ന് പറയുന്ന ആ ഒരു കാര്യം യൂസ് ചെയ്യുന്നത്. അപ്പോയിന്റഡ് ഓൺ എന്ത് ബേസിൽ? അവർലി ഓർ ഡെയിലി ഓർ വീക്ക്ലി ബേസ്. മേ ബി അവർലി വേജ് കൊടുക്കുന്നവരുണ്ടാവും, ഡെയിലി വേജ് കൊടുക്കുന്നവരുണ്ടാവും. ഡെയിലി അന്ന് നമ്മൾ വർക്ക് ചെയ്ത് എന്താ ചെയ്യാം, നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ അവർലി, നമ്മൾ സാധാരണ നോർമൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ലേബർ ഫോഴ്സ്, ഏറ്റവും എന്താ പറയാ, കൂലീസ്, അവർക്ക് കിട്ടുന്നതാണ് ഡെയിലി വേജ് എന്ന് പറയുന്നത്. ഓർ വീക്ക്ലി വേജ്. എനിക്ക് തോന്നുന്നു 7-6 days കഴിയുമ്പോൾ നമുക്ക് വീക്ക്ലി എന്ത് കിട്ടും? വേജ് കിട്ടും. അപ്പൊ ഈ രീതിയിലാണ് വേജസ് സാധാരണയായിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്നത്. ഇറ്റ് വേരിയസ് അക്കോർഡിംഗ് ടു ഫിസിക്കൽ ആൻഡ് മെന്റൽ റിക്വയർമെന്റ് ഓഫ് ദി ജോബ്. അതേപോലെ ഇത് മാറിക്കൊണ്ടിരിക്കും. ഫിസിക്കൽ ആൻഡ് മെന്റൽ റിക്വയർമെന്റ്സ് അനുസരിച്ച് വേജിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നാലും വേജിന് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മിനിമം വേജ്, ഫെയർ വേജ്, ലിവിംഗ് വേജ്
എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മിനിമം വേജ്, ഫെയർ വേജ്, ലിവിംഗ് വേജ്. ഇതില് നമുക്ക് മിനിമം വേജ് എന്താന്ന് നോക്കാം. It is the wage which is sufficient to meet the basic needs of a worker and his family. ഒരു തൊഴിലാളിയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അത്രയും പൈസ മാത്രമാണ് അദ്ദേഹത്തിന് വേജ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിനിമം വേജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബേസിക് നീഡ്സ് മാത്രം അറ്റൈൻ ചെയ്യാനുള്ള അത്ര എമൗണ്ടേ കിട്ടുന്നുള്ളൂ. This minimum wage was paid to the workers irrepresentative of their capacity of the industry to pay. ഇത് മിനിമം വേജ് എപ്പോഴാണ് പേ ചെയ്യുന്നത് വെച്ചാൽ വർക്കേഴ്സിന് കൊടുക്കുന്ന വെച്ചാൽ കപ്പാസിറ്റിക്ക് എത്ര പേ ചെയ്യുക അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് എത്ര പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല കൊടുക്കുന്നത്. എപ്പോഴും അവർക്ക് സാലറി ഫിക്സ് ചെയ്യുമ്പോൾ മിനിമം ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്, ലോ ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അവർക്ക് ജീവിക്കാനുള്ള എമൗണ്ട് മാത്രമേ അവർ കൊടുക്കുള്ളൂ. The Committee on Fair Wage has defined minimum wage. ഈ ഫെയർ വേജ് കമ്മിറ്റി ആണ് വേജസിനെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുള്ളത്. ഫെയർ വേജ് കമ്മിറ്റി പറയുന്നത് എന്താണ് മിനിമം വേജിനെ കുറിച്ചിട്ട് എന്ന് വെച്ചാൽ, the wage must provide not only for the substance of life but for the preservation of the efficiency of the workers. For this purpose, minimum wage must be provide some measure of education, മെഡിക്കൽ റിക്വയർമെന്റ്, അമ്യൂണിറ്റീസ്. ജീവിതത്തിന്റെ നിലനിൽപ്പിന് മാത്രമല്ല തൊഴിലാളികളുടെ കാര്യക്ഷമതയ്ക്കും നിലനിൽപ്പിനും വേതനം ഉറപ്പുവരുത്തുന്ന നമ്മൾ ഈ മിനിമം വേജ് പ്രൊവൈഡ് ചെയ്യും. ഈ ആവശ്യത്തിനായി മിനിമം വേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുവെച്ചാൽ മിനിമം വേജ് ചിലപ്പോൾ മാറും. മിനിമം വേജ് മസ്റ്റ് ബി പ്രൊവൈഡ് സം മെഷേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ബേസിൽ മിനിമം വേജ് കൊടുക്കും. മെഡിക്കൽ റിക്വയർമെന്റ്സ്, കാര്യക്ഷമത, അമ്യൂണിറ്റീസിന്റെ ഒക്കെ ബേസിൽ ചില മാനദണ്ഡത്തിലാണ് നമ്മൾ അവർക്ക് മിനിമം വേജ് കൊടുക്കുന്നത്. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സാധാരണ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് മിനിമം വേജ് ഭയങ്കര കുറവാണ്. സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുരുഷന്മാർക്ക് മിനിമം വേജ് കൂടുതല. മിനിമം വേജ് ആണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. പുരുഷന്മാരുടെ അത്രയും തന്നെ വർക്ക് ചെയ്താലും എന്നാലും സ്ത്രീകൾക്ക് എന്താണ് വേജ് കൊടുക്കുന്നത് കുറവാണ്. നിങ്ങള് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോ ലോ ലെവൽ മുതൽ ഏത് ഹൈ പെയ്ഡ് ജോബ് ആയാൽ പോലും സ്ത്രീകൾക്ക് കൊടുക്കുന്ന വേതനവും അതേ ക്വാളിഫിക്കേഷനും അതേ പൊസിഷനുള്ള പുരുഷന്മാർക്ക് കിട്ടുന്ന വേതനവും തമ്മിൽ വളരെ ഇന്റർവൽ ഡിഫറൻസ് ഉണ്ടാവും, ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അത് മിനിമം വേജ് സ്ത്രീകൾക്ക് കുറവാണ് എന്നുവെച്ചാൽ ഭയങ്കര കുറവായിരിക്കും ലോ ആയിട്ടേക്ക് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കാൻ വേണ്ടി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ ബേസിലാണ് മിനിമം വേജ് ഫിക്സ് ചെയ്യുന്നതെങ്കിലും കുറവ് നമുക്ക് ഡേ ടു ഡേ നീഡ്സിന് വേണ്ട വേജ് മാത്രമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് മിനിമം വേജ്. നെക്സ്റ്റ് ആണ് ന്യായമായിട്ടുള്ളൊരു വേജ് അല്ലെങ്കിൽ ഫെയർ വേജ് എന്ന് പറയും. ഇതും നമ്മുടെ അക്കോർഡിംഗ് ടു കമ്മിറ്റി ഓഫ് ഫെയർ വേജ് കമ്മിറ്റി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. Fair wage is the wage which above the minimum wage but below the living wage. എന്താ വെച്ചാൽ ഫെയർ വേജ് എന്ന് പറഞ്ഞാൽ മിനിമം വേജിനേക്കാളും കൂടുതലാണ്, എന്നാൽ ലിവിംഗ് വേജിനേക്കാളും കുറവാണ്. മിനിമം വേജിനേക്കാളും കൂടുതലാണ്, മിനിമം വേജിനേക്കാളും കുറച്ചുകൂടി എമൗണ്ട് ഉണ്ടാവും, എന്നാൽ ഫെയർ വേജിനേക്കാളും കുറവായിരിക്കും ഏത് ഫെയർ വേജ് എന്ന് പറയുന്നത്. It is fixed between the minimum wage and the capacity to pay by the industry. ഇതെങ്ങനെ ഫിക്സ് ചെയ്യുന്ന വെച്ചാല് മിനിമം വേജ് എത്രയാണ്, കമ്പനിക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും. മിനിമം വേജ് ഇപ്പൊ 500 ആണെന്ന് വിചാരിക്കുക, 500 രൂപയാണ് ഡെയിലി മിനിമം വേജ്. കമ്പനിക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 750, ഒരു 1000 കൊടുക്കാൻ പറ്റും. സോ അവർ ഫിക്സ് ചെയ്യുന്ന ഫെയർ വേജ് എന്ന് പറയുന്നത് 750 ആയിരിക്കും. The lower limit of the fair wage is the minimum wage and the upper limit set by the income capacity of the industry to pay. അപ്പൊ നമ്മള് ഏറ്റവും ലോവർ ലിമിറ്റിനെയാണ് മിനിമം വേജ് എന്ന് പറയുന്നത്, ഏറ്റവും കുറവ് എമൗണ്ട് കൊടുക്കുന്നതിനാണ് മിനിമം വേജ് എന്ന് പറയുന്നത്. അപ്പർ ലിമിറ്റിനെയാണ് ഫെയർ വേജ് എന്ന് പറയുന്നത്. ഫെയർ വേജ് ഡിപ്പെൻഡ്സ് ഓൺ സെവറൽ ഫാക്ടേഴ്സ് ലൈക്ക്, ഫെയർ വേജ് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നും നമുക്ക് നോക്കാം. ഫെയർ വേജ് എന്തെല്ലാം കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലേബേഴ്സ്, നമ്മുടെ ലേബേഴ്സിന്റെ കാര്യക്ഷമത, പ്രൊഡക്ടിവിറ്റി. The prevailing rate of the wage in the same and neighboring locality. നമ്മളുടെ ഏരിയയിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി ഉള്ള അതേ ഏരിയയില് മറ്റ് കമ്പനീസ് ഉണ്ടാവും, അവർ എത്ര രൂപയാണ് വേജ് കൊടുക്കുന്നത് അതും കൂടി ഫെയർ വേജിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മള് ഭയങ്കര മിനിമം വേജ് കൊടുക്കുകയാണ്, 500 കൊടുക്കുകയാണ്, മറ്റൊരു കമ്പനി 750 കൊടുക്കുകയാണെങ്കിൽ
ഓട്ടോമാറ്റിക്കലി നമ്മുടെ എംപ്ലോയീസ് ഒക്കെ എവിടേക്ക് പോകും, ആ ഒരു കമ്പനിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, ലേബർ ടേൺ ഓവർ കൂടും. അപ്പൊ നമ്മളത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, വേജ് ഫിക്സ് ചെയ്യാൻ. ദ നാഷണൽ ഇൻകം ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാലോ ഫാക്ടേഴ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ കേട്ടിട്ടില്ല അല്ലെ? കേട്ടിട്ടുണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡിന് എന്ത് കിട്ടും? റെന്റ്. ലേബറിന് വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ആൻഡ് ലാസ്റ്റ് എന്റർപ്രണറിന് പ്രോഫിറ്റ്. അപ്പൊ ഈ നാഷണൽ ഇൻകം അതിന്റെ ഡിസ്ട്രിബ്യൂഷനും എന്ത് ചെയ്യുന്നുണ്ട്? വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ലേബർ ആൻഡ് വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഇത് നമ്മുടെ ലേബർ എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് വേജിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. സോ ഈ നാഷണൽ ഇൻകവും ലെവൽ ഓഫ് നാഷണൽ ഇൻകം അതിന്റെ ഡിസ്ട്രിബ്യൂഷനും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഫെയർ വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്ലേസ് ഓഫ് ദി ഇൻഡസ്ട്രി ഇൻ ദ എക്കണോമി ഓഫ് ദി കൺട്രി. നമ്മുടെ കൺട്രിയിലെ എക്കണോമിയില് നമ്മുടെ ഇൻഡസ്ട്രിയുടെ പ്ലേസ് എവിടെയാണ്? ടോപ്പിലാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നല്ല വേജ് കൊടുക്കേണ്ടി വരും. നമ്മൾ ആ ഒരു ഗ്രോത്ത് സമയത്താണെങ്കിൽ നമുക്കൊരു റീസണബിൾ ആയിട്ടുള്ള മിനിമം വേജ് കൊടുക്കാം. ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ മിനിമം വേജ്, ആൻഡ് ഗ്രോത്തിന്റെ സമയമാകുമ്പോഴേക്കും ഒരു ഫെയർ വേജ്, ദെൻ മെച്യൂരിറ്റിയിൽ എത്തുമ്പോൾ ലിവിംഗ് വേജ് കൊടുക്കും. നല്ല എമൗണ്ട്, നല്ല രീതിയിൽ സാലറി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് വരും. Thus, fair wage is determined on the capacity of the industry to pay. ഫെയർ വേജ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ഒരു ഇൻഡസ്ട്രിക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്, ആ എമൗണ്ട് കൊടുക്കാനായിട്ട് എത്ര കപ്പാസിറ്റി ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദ റീജിയൻ ഇൻ വിച്ച് ഇൻഡസ്ട്രി ഇസ് ലൊക്കേറ്റഡ് ആൻഡ് ദ റീജിയൻ എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സിറ്റിയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ഫെയർ വേജ് കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ഒരു അർബൺ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ, റൂറൽ ഏരിയയിലേക്ക് പോകുമ്പോൾ മിനിമം വേജ് ആയിരിക്കും കൊടുക്കുന്നത്. കാരണം അവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കോസ്റ്റ് കുറവാണ്. അർബൻ ഏരിയയിൽ കൂടുതൽ പൈസ ആവശ്യമാണ് ജീവിക്കാനായിട്ട്. ഏതോ ഒരു സിനിമയിൽ ഡയലോഗ് പറഞ്ഞില്ലേ, കൊച്ചിയിലൊക്കെ പട്ടിണി കിടക്കണമെങ്കിൽ തന്നെ 100 രൂപ കയ്യിൽ വേണമെന്ന്. പക്ഷേ നമ്മൾ റൂറൽ ഏരിയസിലേക്ക് വരുമ്പോ അത്രയും എമൗണ്ട് നമുക്ക് എന്ത് വേണ്ട, ലിവിങ് കോസ്റ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് മിനിമം വേജ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് മിനിമം വേജ് ആൻഡ് ഫെയർ വേജ് എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത്ര ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ ഓക്കെ, ലിവിംഗ് വേജ് കൂടി ഉണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കൂ.
ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ലിവിങ് വേജ് ആണ് കേട്ടോ. എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഉണ്ടോ? ഓക്കെ, ലിവിങ് വേജ് ഇല്ലല്ല. ഓക്കെ, ക്ലിയർ ആണ്. ലിവിങ് വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വേജ് ദാറ്റ് പ്രൊവൈഡ് സം ഓഫ് കംഫർട്ട് ഓഫ് ദ ലൈഫ്. നമുക്ക് നമ്മുടെ കുറച്ചും കൂടി ജീവിത കുറച്ചും കൂടി നല്ലൊരു വേജ്, ഒരു കംഫർട്ട് വേജ് ആണ് ഇത് ലിവിങ് വേജ് എന്ന് പറയാം. നമുക്ക് ജീവിക്കാനുള്ള ആവശ്യത്തിനുള്ള എമൗണ്ടും കിട്ടുന്നുണ്ട്, പ്ലസ് നമ്മളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ട ഫണ്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ, നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ഫണ്ട്, അതർ സോഷ്യൽ നീഡ്സ്, നമ്മളുടെ സോഷ്യൽ നീഡ്സ് ഒക്കെ എന്താ പറയാ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഫണ്ടിനെയാണ് നമ്മൾ ലിവിങ് വേജ് എന്ന് പറയുന്നത്. ലിവിങ് വേജിൽ നമ്മളുടെ പെൻഷൻ, അതേപോലെ നമുക്ക് ഓൾഡ് ഏജ് സമയത്ത് നമുക്ക് കിട്ടേണ്ട ഫണ്ടുകൾ, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ് എന്ത് ലിവിങ് വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് നോക്കാം. ഇറ്റ് ഈസ് ദ വേജ് ദാറ്റ് പ്രൊവൈഡ് സം ഓഫ് ദ കംഫർട്ട് ഓഫ് ദ ലൈഫ്. നമ്മളുടെ കൂടുതൽ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഈ വേജ് പ്രൊവൈഡ് ചെയ്യുന്ന, ലിവിങ് വേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് പ്രൊവൈഡ് സർട്ടൻ അമ്യൂണിറ്റീസ് കൺസിഡർ നെസസറി ഫോർ ദ വെൽബീയിങ് ഓഫ് ദ വർക്കേഴ്സ്. നമ്മുടെ വർക്കേഴ്സിന്റെ വെൽബീയിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേജ് ആണ് ഇത് ലിവിങ് വേജ് എന്ന് പറയുന്നത്. നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ലിവിങ് വേജ് അക്യൂർ ചെയ്യണം. അക്കോർഡിംഗ് ടു ഫെയർ വേജ് കമ്മിറ്റി, ഫെയർ വേജ് കമ്മിറ്റി പ്രകാരം പറയുകയാണെങ്കിൽ ദ ലിവിങ് വേജ് ഷുഡ് എനേബിൾ ദ മെയിൽ ഏർണേഴ്സ് to provide for himself and his family not merely the bare essential of the food, clothing, shelter, but also measures of the partial using only such money or food if necessary, comfort including education of the children, protection against ill health, requirement of essential social needs, measure of insurance against, and more important, misfortune including old age. ലിവിങ് വേജ് എന്ന് പറയുന്നത്, ലിവിങ് വേജ് എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് നമുക്ക് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടറിന് വേണ്ടി മാത്രമുള്ള ഫണ്ടല്ല. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന്, നമ്മുടെ മെഡിക്കൽ എന്താ പറയുക ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ട പ്രൊട്ടക്ഷന് വേണ്ട ഫാക്ടേഴ്സ്, മെഡിക്കൽ റിക്വയർമെന്റ്സ് എന്താ പറയുക, മെഡിക്കൽ റിക്വയർമെന്റ്സ്, അതർ സോഷ്യൽ നീഡ്സുകൾ ഉണ്ടാവും. ദെൻ പിന്നെ നമ്മളുടെ ഇൻഷുറൻസ്, അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഓൾഡ് ഏജിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾഡ് ഏജ് അല്ലെങ്കിൽ നമ്മൾ വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വേണ്ട ഫണ്ട് കാര്യം, പെൻഷൻസ് കാര്യങ്ങൾ, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും, ലിവിങ് വേജിൽ ഇൻക്ലൂഡ് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണ്, ലിവിങ് വേജ് ആണ്. നമ്മളുടെ ഫെയർ വേജ്, മിനിമം വേജിനേക്കാളും മുകളിലാണ് ഫെയർ വേജ്, ആൻഡ് ഫെയർ വേജിനേക്കാളും മുകളിലാണ് ഇത് ലിവിങ് വേജ് പറയുന്നത്. നമുക്ക് ജീവിക്കാൻ വേണ്ട മാത്രമല്ല ഫണ്ട്, നമുക്ക് നമ്മളുടേതായ ബേസിക് നീഡ്സ് അറ്റൈൻ ചെയ്യാം. അതുകൂടാതെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ നീഡ്സ് അറ്റൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, പ്രൊട്ടക്ഷൻ, ഹെൽത്ത് പ്രൊട്ടക്ഷൻ, മെഡിക്കൽ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലിവിങ് വേജ് യൂട്ടിലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, then salary ആണ്. The term salary refers to the remuneration paid to the employee appointed on monthly or annual basis. എന്താണ് സാലറി എന്ന് ഉദ്ദേശിക്കുന്നത്? The salary എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ ആണ്. നമ്മുടെ എംപ്ലോയീസിന് പെയ്ഡ് ചെയ്യുന്ന റെമ്യൂണറേഷൻ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാലറി എന്ന് പറയുന്നത്. മന്ത്ലി ഓർ ആനുവൽ ബേസിൽ റിട്ടേൺ ഫോർ ദർ സർവീസ് റെൻഡഡ്, അവര് റെൻഡർ ചെയ്യുന്ന സർവീസിന് മന്ത്ലി അല്ലെങ്കിൽ ആനുവൽ ബേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സാലറി, ആനുവൽ സാലറി, മന്ത്ലി സാലറി നമ്മൾ കാണാറുണ്ട്. ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ വരുമ്പോൾ ആനുവൽ സാലറി ഓഫ് 1,20,000 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്ലി സാലറി എത്രയായിരിക്കും, അതിൽ കുറവായിരിക്കും, 10,000 അടുപ്പിച്ചായിരിക്കും. അതേപോലെ അത് നമ്മൾ മന്ത്ലി സാലറി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആനുവൽ സാലറിയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാണ്, that is refers to monthly rate of pay irrepresentative of the number of hours put in by employees. അത് മന്ത്ലി റേറ്റ് ഓഫ് പേയാണ് മന്ത്ലി സാലറി എന്ന് പറയുന്നത്. അവർ എത്ര അവർ അവിടെ വർക്ക് ചെയ്തു എന്നൊരു കൺസിഡറേഷൻ ഇല്ല, നമുക്ക് മന്ത്ലി സാലറി കൊടുക്കുന്നു, മന്ത്ലി പേയ്മെന്റ് ആയിട്ട് ഇന്ന എമൗണ്ട് നമ്മൾ കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് എംപ്ലോയീസ് മാക്സിമം മിക്ക ജോബുകൾക്കും ഇപ്പോൾ സാലറി ബേസ്ഡ് ആണ്, നമ്മൾ മന്ത്ലി ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഫണ്ട് കൊടുക്കുന്നത്, മന്ത്ലി സാലറി.
ടേക്ക് ഹോം സാലറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് സാലറിയിൽ നിന്ന് കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഡക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്രയും ഫുൾ കിട്ടുന്ന എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. നമുക്ക് അതിൽ നിന്ന് കുറച്ച് കട്ടിങ്ങും, നമ്മൾ പറയും മലയാളത്തിൽ ഇങ്ങനെ കട്ടിങ് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്തെങ്കിലും നിസ്സാര എമൗണ്ട് ആയിരിക്കും എന്നൊക്കെ പറയും. അപ്പൊ ടേക്ക് ഹോം സാലറി എന്താ നോക്കാം. ഇറ്റ് ഈസ് ദ നെറ്റ് എമൗണ്ട് ഓഫ് സാലറി received by the employee after making all deduction towards. അപ്പോ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന എമൗണ്ട് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് താഴെ പറയുന്ന ഡിഡക്ഷൻസ് എല്ലാം കുറച്ചതിന് ശേഷം, അത് ഡിഡക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ കയ്യിലേക്ക് വരുന്ന എമൗണ്ടിനെയാണ് നെറ്റ് സാലറി അല്ലെങ്കിൽ ടേക്ക് ഹോം സാലറി എന്നൊക്കെ പറയും. എനിക്ക് തോന്നുന്നു നെറ്റ് സാലറി എന്നാ പറയാറ്. ഗ്രോസ് സാലറി ആൻഡ് നെറ്റ് സാലറി എന്ന് ഞങ്ങൾ പറയും. അപ്പൊ നെറ്റ് സാലറി തന്നെയാണ് ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് സാലറി കുറയ്ക്കുന്നത്? ഇൻകം ടാക്സ്, LIC പ്രീമിയം, കോൺട്രിബ്യൂഷൻ ടു PF. എന്താണ് PF? പ്രോവിഡന്റ് ഫണ്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ എംപ്ലോയി ബെനിഫിറ്റ്സില് പ്രോവിഡന്റ് ഫണ്ട്, എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് എന്നൊക്കെ. സോ അതെല്ലാം കുറച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ടിനെയാണ് ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ടേക്ക് ഹോം സാലറി അല്ലെങ്കിൽ നെറ്റ് സാലറി എന്ന് പറയും. നമുക്ക് എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് മൊത്തം കിട്ടുന്ന എമൗണ്ട് ഗ്രോസ് സാലറി എന്നും ഈ ഡിഡക്ഷൻസ് കുറച്ച് കിട്ടുന്ന എമൗണ്ട് നെറ്റ് സാലറി എന്നാണ് പറയുന്നത്. അപ്പോ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. എന്താണ് ഫെയർ ലിവിംഗ് വേജ്, എന്താണ് സാലറി, ആൻഡ് ടേക്ക് ഹോം സാലറി എന്താണ് നോക്കട്ടോ. സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ? ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് തന്നെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. ബാക്കി നമുക്ക് കേൾക്കുന്നില്ല. ഓക്കേടാ.
ഓക്കെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിയർനെസ് അലവൻസ് ആണ്. ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മിനിമം വേജ് ആക്ട് പ്രകാരം അണ്ടർ സെഷൻ 3 ഓഫ് ദ മിനിമം വേജ് ആക്ട് പ്രകാരം നമ്മൾ ലിവിങ് അലവൻസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എംപ്ലോയീസിന് വർക്കേഴ്സിന് എക്സ്ട്രാ ലിവിങ് അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മള് എന്താണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ആ എംപ്ലോയിക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന ആ പോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ടു പ്രൊട്ടക്ട് ദ റിയൽ വേജ് ഓഫ് ദ വർക്കേഴ്സ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ടൈമിൽ പണപ്പെരുപ്പത്തിന്റെ ഒക്കെ സമയത്ത് നമ്മുടെ എംപ്ലോയേഴ്സിന്റെ റിയൽ വേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിയർനെസ് അലവൻസ് കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം ഇന്ന് നമുക്കൊരു എംപ്ലോയിക്ക് ഇന്ന എമൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പേ ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ലീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ കൊടുക്കുന്ന സാലറിയിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, അലവൻസ് കൊടുക്കുന്നു, എക്സ്ട്രാ അലവൻസ് കൊടുക്കുന്നു. ലിവിങ് കോസ്റ്റിന് വേണ്ടിയിട്ട്, ലിവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ അലവൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. In India, it has become integral part of the wage system. അപ്പൊ ഡിയർനെസ് അലവൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ സാലറി പറയുകയാണെങ്കിൽ ബേസിക് പ്ലസ് DA ഇത്ര എമൗണ്ട് ആണ്, ബേസിക് സാലറി ഇത്രയാണ്, നമ്മുടെ ഡിയർനെസ് അലവൻസ് ഇത്രയാണ്, അങ്ങനെ നമ്മൾ പറയാറുണ്ട് എപ്പോഴും. ബേസിക് പ്ലസ് DA ഇത്ര എമൗണ്ട് നമ്മൾ കൊടുക്കുന്നു അങ്ങനെ പറയും. അപ്പൊ ആ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. ഡിയർനെസ് അലവൻസ് കൂടാതെ നമുക്ക് മറ്റ് അലവൻസുകളും കൂടി നമുക്ക് ഒരു ജോബിന് കൊടുക്കാറുണ്ട്. എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. Along with the DA, other allowance like city compensatory allowance CCA കൊടുക്കാറുണ്ട്. നമ്മളൊരാള് മറ്റൊരു സിറ്റിയിലേക്ക് മാറി, ഇപ്പൊ എന്റെ സിറ്റി എന്ന് പറയുന്നത് എവിടെയാണ്, കൊച്ചിയാണ്, എനിക്ക് ജോബ് കിട്ടിക്കുന്നത് ബാംഗ്ലൂരാണ്, ഡിഫറൻസ് വന്നു, സിറ്റി മാറിയിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ജീവിക്കാൻ വേണ്ടി വരുമ്പോ എക്സ്ട്രാ കോസ്റ്റ് വരും. നമുക്ക് കൊച്ചിയിൽ ജീവിക്കുന്നതിനേക്കാളും എക്സ്പെൻസും ലിവിങ് കോസ്റ്റും എവിടെ കൂടുതലായിരിക്കും, ബാംഗ്ലൂർ പോലുള്ള ഒരു നഗരത്തില് അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ ഭയങ്കര കൂടുതലായിരിക്കും. സോ സിറ്റി കോമ്പൻസേഷൻ അലവൻസ് അപ്പോൾ കൂടുതലായിരിക്കും. അപ്പൊ അതിന് വേണ്ടി അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്നൊരു അലവൻസിനെയാണ്, കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസിനെയാണ് എന്ത് പറയുന്നത്, സിറ്റി കോമ്പൻസേഷൻ അലവൻസ് എന്ന് പറയുന്നത്. ഹൗസ് റെന്റ് അലവൻസ് കോമൺ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഞങ്ങൾ HRA എന്ന് പറയും കേട്ടോ, HRA ഹൗസ് റെന്റ് അലവൻസ്. നമുക്ക് ഹൗസ് നമുക്ക് റെന്റ്, ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വീടില്ല, എംപ്ലോയിക്ക് എന്തില്ല, സ്വന്തമായിട്ട് വീടില്ല എങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഹൗസ് റെന്റ് അലവൻസ് കിട്ടും. കമ്പനി നമുക്ക് ഹൗസ് റെന്റ് അലവൻസ് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് വീടിനെ കൊടുക്കേണ്ട വാടകയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, റെന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഹൗസ് റെന്റ് അലവൻസ് പ്രൊവൈഡ് ചെയ്യും. ഇത് കൂടാതെ മെഡിക്കൽ അലവൻസ്, നമ്മളുടെ ഓൺ ഹെൽത്തിന് വേണ്ട മെഡിക്കൽ അലവൻസ്, അതേപോലെ നമ്മുടെ കുട്ടികളുടെ ഡിപ്പെൻഡന്റിന്റെയും മെഡിക്കൽ അലവൻസ് ചില കമ്പനീസ് മീറ്റ് ചെയ്യാറുണ്ട്. എഡ്യൂക്കേഷൻ അലവൻസ്, നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ അലവൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഇനി നമ്മൾ തന്നെ കരിയർ ഇംപ്രൂവ്മെന്റിന്റെ അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എഡ്യൂക്കേഷൻ അലവൻസ് നമ്മുടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ദെൻ കൺവീനിയൻസ് അലവൻസ്, നമുക്ക് കൺവീനിയൻസ് ആയിട്ടുള്ള അലവൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. എക്സെട്രാ ഓൾസോ അതർ ഫോംസ് ഓഫ്, മറ്റു ഫോംസ് ആണ്, ഫോംസ് ദ പാർട്ട് ഓഫ് ദ കോമ്പൻസേഷൻ പാക്കേജ്. കോമ്പൻസേഷൻ പാക്കേജിന് മറ്റ് അലവൻസ് അല്ലെങ്കിൽ മറ്റ് ഇതാണ് നമ്മൾ പറഞ്ഞത്, മറ്റുള്ളവയാണ് നമ്മൾ പറഞ്ഞത്. ഹിയർ ഇൻക്ലൂഷൻ ഓഫ് all those allowance in compensation depend on the nature and the type of the job, content of the job, place of the job, terms and condition of appointment, capacity of the employer. അപ്പോ ഈ അലവൻസ് നമ്മുടെ കോമ്പൻസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആ ജോബിനനുസരിച്ച്, ജോബിനും അതിന്റെ ടൈപ്സിനനുസരിച്ച് മാറും. അതിന്റെ കണ്ടന്റ്സ്, അവിടെ ഏത് സ്ഥലത്താണ്, ഇപ്പൊ സിറ്റി കോമ്പൻസേഷൻ അലവൻസ് ഒക്കെ നമ്മുടെ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്, സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്നതാണ്. അതേപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻ, നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ ഞാൻ ഹൗസ് റെന്റ് അലവൻസ് പ്രൊവൈഡ് ചെയ്തോളാം എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഏത് പ്രൊവൈഡ് ചെയ്യുക, ഹൗസ് റെന്റ് അലവൻസ്. ആൻഡ് എംപ്ലോയേഴ്സ് കപ്പാസിറ്റി, മെഡിക്കൽ അലവൻസ് ഒക്കെ കൊടുക്കാൻ എംപ്ലോയർ കേപ്പബിൾ ആണെങ്കിൽ എന്ത് കൊടുക്കും, മെഡിക്കൽ അലവൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിയർനെസ് അലവൻസിന്റെ കാര്യത്തിൽ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഞാൻ സമ്മപ്പ് ചെയ്ത് പറയാം. വേജസ് ആൻഡ് സാലറി എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു ആദ്യം എടുത്തത്. അതിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, വേജസും സാലറി. വേജസ് അവർലി, ഡെയിലി, വീക്ക്ലി ബേസിൽ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് വേജസ് എന്ന് പറയുന്നതെങ്കിൽ സാലറി എന്ന് പറയുന്നത് എങ്ങനെയാണ്, മന്ത്ലി പേയ്മെന്റ് അല്ലെങ്കിൽ ആനുവൽ ബേസിൽ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് മന്ത്ലി സാലറി എന്ന് പറയുന്നത്.
ദെൻ വേജസ് നമ്മൾ 3 ടൈപ്സ് നോക്കി. മിനിമം വേജ് ആ ഒരു വ്യക്തിക്ക് ജീവിക്കാനുള്ള മിനിമം എമൗണ്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ മിനിമം എമൗണ്ട് ആണെങ്കിൽ അത് മിനിമം വേജ്. മിനിമം വേജിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഫെയർ വേജ്. ഫെയർ വേജിനേക്കാൾ കുറച്ചും കൂടി എമൗണ്ട്, നമുക്ക് എക്സ്ട്രാ എമൗണ്ട്, നമുക്ക് ലിവിങ് കോസ്റ്റിനേക്കാളും കുറച്ചും കൂടി എമൗണ്ട് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ലിവിങ് വേജ് എന്ന് പറയുന്നു. സാലറി 2 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഗ്രോസ് സാലറി, നെറ്റ് സാലറി ആണ് 2 ടൈപ്പ്. ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനി നമുക്ക് നേരിട്ട് തരുന്ന എമൗണ്ടിനെയാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. നെറ്റ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് ഒക്കെ കുറച്ചതിന് ശേഷം നമുക്ക് വരുന്ന എമൗണ്ട് ആണ് എന്താ നെറ്റ് സാലറി എന്ന് പറയുന്നത്. ദെൻ ഡിയർനെസ് അലവൻസ് ആണ്. ഡിയർനെസ് അലവൻസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് സിറ്റി കോമ്പൻസേഷൻ അലവൻസ്, അതേപോലെ നമ്മുടെ ലിവിംഗ് കോസ്റ്റിൽ വരുന്ന അലവൻസിനെയാണ് ഡിയർനെസ് അലവൻസ്. അലോങ് വിത്ത് DA, അത് കൂടാതെ നമുക്ക് ഒരുപാട് അലവൻസ് ഉണ്ട്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, എഡ്യൂക്കേഷൻ അലവൻസ് ആൻഡ് കൺവീനിയൻസ് അലവൻസ്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് നമ്മളുടെ മൊത്തം ടോട്ടൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് കമ്പനീസ് ഒക്കെ പറയുമ്പോൾ സാലറി ആൻഡ് ബേസിക് പേ ആൻഡ് DA ഇത്ര എമൗണ്ട് എന്നാ പറയുക. DA വളരെ ഇമ്പോർട്ടന്റ്, ഡിയർനെസ് അലവൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ ബേസിക് പേയുടെ അത്രയും അതേ ലെവലിൽ തന്നെ ഇതിലുണ്ട്, DAക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ DA. എല്ലാവരും റീഡ് ചെയ്തോ? മനസ്സിലായോ എന്താണ് സാലറി, എന്താണ് വേജ്? വേജ് സാലറി ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ടാവും അല്ലെ. DA ആയിരുന്നു പുതിയതായിട്ട് കേട്ടത്. അത് ക്ലിയർ ആയോ? ഇത് നമുക്ക് നോക്കാനുള്ളത് ഇൻസെന്റീവ് ആണ്. ഇൻസെന്റീവ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്പനിയിൽ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിന് നമ്മൾ കൊടുക്കുന്ന, നമ്മുടെ വർക്കേഴ്സ് ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. നമുക്ക് കമ്പനിക്ക് ഇപ്പൊ നല്ല പ്രോഫിറ്റ് ഒക്കെ ഏൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു എമൗണ്ട് ആർക്ക് കൊടുക്കും? എംപ്ലോയീസിന് കൊടുക്കും. ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. ഇൻസെന്റീവ്സും പിന്നെ വരുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സും പെർക്വിസിസും ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ പോരെ? ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. മേ ബി നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ല. ട്യൂസ്ഡേ ക്ലാസ് ഉണ്ട്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഓർപ്പില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം പറയാം കേട്ടോ. ഹാപ്പി ഓണം ഓൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം മിസ്. നമുക്ക്